മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രി യാത്ര നിരോധിച്ചു. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്താണ് ജില്ലാ കളക്ടറുടെ ഈ ഉത്തരവ്. പകൽ സമയങ്ങളിൽ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഈ മൂന്നാർ ഗ്യാപ് റോഡിലെ ഇപ്പോഴത്തെ ഈ രാത്രി യാത്രാ നിരോധനത്തിന് പശ്ചാത്തലം എന്താണ്? അവിടെ ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ടോ ഇപ്പോഴും? പ്രജിൻ, കഴിഞ്ഞ 2 ദിവസമായിട്ട് മൂന്നാർ മേഖലയിൽ, പ്രത്യേകിച്ച് ദേവികുളം മേഖലയിൽ അതിശക്തമായ മഴയാണ്. ഇതേ തുടർന്നാണ് ഈ ഗ്യാപ് റോഡിലൂടെയുള്ള രാത്രികാല യാത്രയ്ക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏത് സമയവും ഇടിഞ്ഞു വീഴാൻ പാകത്തിന് മണ്ണും കല്ലും അവിടെ അപകടാവസ്ഥയിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ഉത്തരവിലേക്ക് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, ഈ പകൽ സമയങ്ങളിൽ ഈ വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത ആളുകൾ ഫോട്ടോ എടുക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നും നാളെയുമാണ് ഈ രാത്രികാല നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും അവിടെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ മൂന്നാർ ടൗണിനോട് ചേർന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തന്നെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. വഴിയോരക്കടകൾ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ എന്തായാലും ജില്ലാ കളക്ടർ ഈ നിരോധന ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.